ഞാൻ മാങ്ങ ഉപ്പിലിടാൻ പോയാണ്. പേരക്കുട്ടികൾക്കും മോൾക്കും മരുമോനിക്കും പേരക്കുട്ടികൾക്കൊക്കെ വേണ്ടി ഞാൻ മാങ്ങ ഉപ്പിലിടാൻ വേണ്ടി അരിയുന്നു. മാങ്ങ ഇങ്ങനെയാണ് അരിയേണ്ടത്. എന്നിട്ട് ഉപ്പിലിടും. ആദ്യം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ മാങ്ങ അരിഞ്ഞ് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിലിടും, അച്ചാറിടും ഒക്കെ ചെയ്യും. പിന്നെ ഞാൻ ചമ്മന്തി എടുക്കും. തേങ്ങ മാങ്ങ ഇതൊക്കെ കൂടി വെച്ച് അമ്മീ വെച്ച് അരച്ച് ആണ് കൂട്ടുന്നത്. ഇപ്പം അതല്ല മിക്സിയിൽ കിട്ടുന്ന അരച്ചാണ് കൂട്ടുന്നത്. ഇതിനെക്കാട്ടി രസമാണ് അത്. പിന്നെ മിക്സിയിലിട്ട് അടിക്കലൊന്നുമില്ല. ഇപ്പോഴാണ് അന്നെന്ന് പറഞ്ഞാൽ അമ്മീ വെച്ച് അരിച്ച് ചമ്മന്തിയാക്കി കറിക്കരിച്ച് ഒക്കെ ചെയ്താൽ എന്ത് രസം അടിക്കുന്നതാണ്. ഇന്നിപ്പോ ആൾക്കാർ മിക്സിയിലിട്ടിട്ട് അടിക്കണ എന്താ രസമൊന്നുമില്ല. പിന്നെ മുളകും ഇതും നടുവ് കീറിയിട്ടുണ്ട്. നടുവ് കീറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉപ്പിലിടുന്നത്. ഇതൊക്കെ കൂടി ഉപ്പിലിട്ട് നമ്മൾ കഴിക്കും. ഇത് ഇനിയിപ്പോ നമുക്ക് കുപ്പിയിലേക്ക് ഇടാം. കുപ്പിയിലിട്ടിട്ട് വെള്ളം പാട്ടി ഒഴിച്ച് ഈ മുളകും എല്ലാം കൂടി ഇട്ട് ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ വെക്കും. വെള്ളം പാട്ടി തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് ഈ മാങ്ങയും ഉപ്പും ഒക്കെ കൂടി ഇട്ട് മൂടി വെച്ചിട്ട് എടുക്കും. എടുത്ത് 2 ദിവസം കഴിയുമ്പോൾ നമ്മളെടുത്ത് കഴിക്കുക ഒക്കെ ചെയ്യും. അങ്ങനെയാണ്. ഇപ്പം ഇങ്ങനെയാണ് മുമ്പ് ഇതൊക്കെ മതി. ഇപ്പൊ കുറെ കറികൾ വലുത്ത് അത് ഇത് മീൻ ഇറച്ചി പപ്പടം ഒക്കെ വേണം. മുമ്പൊക്കെ ഇതല്ലേ നമുക്ക് മതി. അല്ലെങ്കിൽ ഒരു ചമ്മന്തി ആയാലും നമുക്ക് കഴിക്കാൻ പറ്റും. ഇന്നോട്ടെ ഇതിങ്ങനെ അരിഞ്ഞ് ഉപ്പിലിട്ട് നമ്മൾ കഴിക്കും. അതേപോലെ പുള്ളി അടിച്ചാൽ മുമ്പൊക്കെ നമ്മൾ ഇതൊക്കെ വെച്ച് ചമ്മന്തി അരിച്ച് നമ്മൾ കഴിക്കും. ഇപ്പം മീൻ പൊരിച്ചത് വെച്ചത് ഇറച്ചിയാണെങ്കിലും കോഴി ആണെങ്കിലും ഒക്കെ പൊരിച്ചൊക്കെയാണ് ആൾക്കാർ കഴിക്കണം. നമ്മൾ ഈ ചമ്മന്തി കൂട്ടി നമുക്ക് വയറ് നിറച്ചും ചോറിന് ഒക്കെ തിന്നാം. പുള്ളിയും പറയില്ല. അങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ്. പിന്നെ അതെ ഈ മുളകും ഇതും കൂടി ഇട്ട് ചമ്മന്തിയൊക്കെ അരച്ചാൽ മതി. നല്ല രസമായിരിക്കും. നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് ഉപ്പിട്ട് മൂടി വെച്ചിട്ട് നമ്മളെടുത്ത് കഴിക്കാം. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് കഴിക്കാം. മുമ്പൊക്കെ എന്ത് രസമായിരിക്കും. ചമ്മന്തി ഉള്ളിമുളക് ചമ്മന്തി അരച്ച് ഒക്കെ കഴിക്കാം. ഇപ്പം അതല്ല. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത്. ഒരസുഖങ്ങളും ഇല്ല, ഒന്നുമില്ല. ഇപ്പം അതേ അസുഖങ്ങളും കോഴി ഇറച്ചി അതും ഒക്കെ തിന്നുമ്പോൾ ആൾക്കാർക്ക് അസുഖങ്ങളും ആശുപത്രി പോക്കും ഒക്കെ. അന്ന് ഒരു അസുഖം. ഇന്നത്തെ ഭക്ഷണമൊക്കെ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ്. അന്നെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഭക്ഷണം അന്ന് കഴിച്ചാൽ മതി. അത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിന് സുർക്ക ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെക്കും. ഉപ്പിട്ട് വെക്കും. എന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ട് കഴിക്കും. വെള്ളം ഒഴിച്ച് കഴിക്കും. ഇനിയിപ്പോൾ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് നമ്മൾ കഴിക്കും. നല്ല രസം ഉണ്ടാവില്ലേ. വെള്ളമൊക്കെ തിളപ്പിച്ച വെള്ളവും ഉപ്പും എല്ലാം ഇട്ട് നിങ്ങൾ വെച്ചേക്കും. വെള്ളം പോരാത് നിങ്ങൾ വെച്ചേക്കും. എന്നാൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.